ഹായ് ഓൾ, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ഫ്ലവർ ഷോ കാണാൻ പോയ കഥയെ പറ്റി പറയാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മറൈൻ ഡ്രൈവിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഫ്ലവർ ഷോ കാണാനായിട്ട് കേട്ടോ. നമ്മളൊരു കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മളെ അമ്മച്ചിയുടെ വീട്ടിലത്തെ അവരുടെ അമ്മച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടെന്നും പറയാം, നമ്മളെ ബന്ധക്കാരുമാണ്. അപ്പോൾ ഇത്താടെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ കല്യാണം പോയി കഴിഞ്ഞിട്ട് കാണാൻ പോയതാണ് ഫ്ലവർ ഷോ. ഉമ്മച്ചി എന്നോട് പറഞ്ഞു നമുക്ക് ഫ്ലവർ ഷോ കാണാൻ പോകണ്ട. അപ്പം ഞാൻ പറഞ്ഞു വേണ്ടുമ്മ വേണ്ട, കാരണം കല്യാണം കഴിഞ്ഞുള്ളതല്ലേ, ഭയങ്കര ടയേർഡായിട്ടിരിക്കുകയായിരുന്നു നമ്മൾ. അപ്പോൾ എറണാകുളത്താണ്. അപ്പോൾ നമ്മളുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഉമ്മച്ചിയുടെ വീട് ചേർത്തലയിലാണ്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ലീവ് ആയാലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പം അത് കാരണം ഇവിടുന്ന് അങ്ങോട്ട് എറണാകുളം പോകാമെന്ന് പറഞ്ഞാൽ നല്ല കുറേ സമയമുണ്ട്. അപ്പം നമ്മൾ വണ്ടിയിലല്ല പോയത്, ട്രെയിനിലാണ് പോയത്. അപ്പോൾ നമ്മൾ മറൈൻ ഡ്രൈവ് വരെ ബസ്സിൽ വന്നു. നമ്മച്ചിനോട് പോകണ്ടെന്നൊക്കെ പറഞ്ഞു, പിന്നെ വന്നു. അതിവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഒട്ടും ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇത്രയും ഫ്ലവേഴ്സും ചെടികളും പ്ലാന്റ്സൊക്കെ ഉള്ള കാരണം ഒട്ടും തന്നെ നമുക്ക് ചൂടോ വെയിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല തണുപ്പിന് മേലെ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഒരു തണവുണ്ടായിരുന്നു. കാരണം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക്. ഇവിടുത്തെ ഫ്ലവേഴ്സിനെ പറ്റിയിട്ടും ഇവിടുത്തെ കാര്യങ്ങളെ പറ്റിയിട്ടും പറയാനാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫ്ലവേഴ്സും പ്ലാന്റ്സും ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. അവിടെ നമ്മൾ കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതൊക്കെ ഉണ്ട്. ഇതിനെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ പാമ്പിൻ്റെ ഒരു ഇതുപോലെ ഉണ്ട്. ഈ ഫ്ലവേഴ്സൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു അങ്ങനത്തെ ഒരെണ്ണം വാങ്ങണം എന്ന്. കാരണം ഇത് കാണുമ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഈ ഭാഗമൊന്നുമല്ല, അവിടെ കുറച്ചുകൊണ്ട് എത്തുമ്പോഴാണ് ശരിക്കുമുള്ള ഈ ഒരു ഫ്ലവേഴ്സിൻ്റെയൊക്കെ ഭംഗി നമുക്ക് മനസ്സിലാവാമെന്ന് പറയുന്നത് കേട്ടോ. അവിടെ പല സൈസിലുള്ള ഫ്ലവേഴ്സ്, പല സൈസിലുള്ള പ്ലാന്റ്സ്, അങ്ങനെ പല വിധങ്ങളുണ്ടായിരുന്നു. അത് മാത്രമല്ല നമ്മൾ പോയ സമയത്ത് ആൾക്കാരൊക്കെ വളരെയധികം കുറവായിരുന്നു കേട്ടോ. കാരണം നമ്മൾ പറഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ നട്ടുച്ച സമയത്ത് ഒരു 2:30 ഒരു സമയത്തൊക്കെ ആയിരിക്കും. ഇപ്പോൾ ആൾക്കാരൊക്കെ കുറവായിരുന്നു. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ആൾക്കാർ കുറവായിരുന്നത് കൊണ്ട്. നമ്മൾ പിന്നെ കഴിയാനായ സമയത്തൊക്കെ നല്ല തിരക്ക് കൂടി വന്നു. കാരണം നമ്മൾ 2:30 കയറിയതാണ്, ഇറങ്ങിയപ്പോൾ ഒരു 3:45 ഒരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത്രയിനുള്ളിൽ കാണാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും തോന്നുന്നുണ്ടാവില്ല, ബട്ട് ഇതിൽ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ കാണാൻ. അപ്പം നമ്മളിത് കുറച്ച് ഭാഗങ്ങളാണ് കാണിക്കുന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ എടുക്കാൻ നേരം പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ നിന്നുണ്ടായിരുന്നു. അവിടെ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഇറങ്ങാനൊക്കെ ആയിട്ട്. ഇത് നമ്മൾ 2 പാർട്സ് ആക്കിയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നുള്ളത്. 2 പാർട്ടാക്കിയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നുള്ളത്. ഫസ്റ്റ് പാർട്ട് ഇത്, സെക്കൻഡ് പാർട്ട് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സെക്കൻഡ് പാർട്ടിലാണ് എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളത്. കാരണം ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആൾക്കാർ വിൽക്കാൻ വെക്കുന്ന ഭാഗം പോലെയാണ്. അവിടെ ഒരു വാതിൽ പോലെ ഉണ്ട് അറ്റത്തായിട്ട്. അപ്പോൾ അവിടുന്ന് പിന്നെ നല്ലൊരു രസമാണ്. ഏകദേശം ഇതുപോലെ തന്നെ കുറേ സാധനങ്ങൾ വിൽക്കാനായിട്ട് അവർ വിൽക്കുന്ന പോലെയാണ്. അപ്പോൾ അവിടെ കുറേ നെസ്റ്റ് മിഠായികളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പമ്പര മിഠായില്ല, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അങ്ങനെ ഈ മുള്ളുചെടിയൊക്കെ കണ്ടില്ലേ, ഈ മുള്ളുചെടിയൊക്കെ പണ്ടേ എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ്. പണ്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ചെടികളൊന്നും നമ്മുടെ വീട്ടിലില്ല. പക്ഷെ മറ്റേ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയില്ലേ, അത് നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു. ശരിക്കും നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ അത് ശരിക്കും ചെറിയൊരു മുള്ള് പോലെ, പക്ഷെ അത് ആക്ച്വലി മുള്ളല്ല, ബട്ട് അതിൻ്റെ ടെക്സ്ചർ അങ്ങനെയാണല്ലോ. ഈ ചെടികൾ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. പല കളറിൽ മജന്ത, റോസ്, ഗ്രീൻ, പിങ്ക്, വൈറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പല കളറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു നമ്മൾ ജാസ്മിൻ ഇല്ലേ, ആ ഫ്ലവറാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. ഇത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു, ചെറിയ വീട്ടിൽ ഉണ്ടായിരുന്നു ജാസ്മിൻ എന്ന് പറയുന്ന ഫ്ലവർ. പെട്ടെന്ന് ഞാനത് ദൂരത്തു നിന്ന് അങ്ങോട്ട് കണ്ടപ്പോൾ അതാണെന്ന് വിചാരിച്ചു, ബട്ട് അതായിരുന്നില്ല. ഞാനും ഉമ്മച്ചിയാണ് പോയിട്ടുണ്ടായിരുന്നു ഫ്ലവർ ഷോക്ക്. ഇത്തത്തെ ഉണ്ടായിരുന്നില്ല, അനിയനുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു പൂ കണ്ടില്ലേ, ഇത് കണ്ടപ്പോൾ എൻ്റെ ഉമ്മച്ചിക്ക് പൂവല്ല, ഈ ഒരു പ്ലാന്റ് കണ്ടപ്പോൾ എൻ്റെ ഉമ്മച്ചിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനത്തെ ഒരെണ്ണം വാങ്ങണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. ഉമ്മച്ചി നല്ല രസമുണ്ടായിരുന്നു ഈ
അല്ല ഈ ഒരു പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായോ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇത് കണ്ടോ, ഇങ്ങനെ കുറേ ഫ്ലവറൊക്കെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കില്ലേ? നമ്മൾ വാങ്ങി വെച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ വാങ്ങി വെച്ചു, പക്ഷേ നമ്മൾ ഒരെണ്ണം ഒക്കെ ആയിട്ടല്ലേ വാങ്ങുക. അപ്പോൾ അങ്ങനെ കുറേ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കുമുള്ള ഭംഗി. ബട്ട് ഇതിലൊരു പ്ലാന്റിൽ തന്നെ നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ജമന്തി ആണെന്നാണ് എനിക്ക് തോന്നുന്നുള്ളത്. ജമന്തി ആയിരിക്കും. ഈ ഒരു ഫ്ലവറൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നമ്മൾ ഓണത്തിന് പൂക്കളം ഇട്ട പോലെ ഉണ്ടായിരുന്നു. ശരിക്കും അതുപോലെ ഇല്ലേ? ഫ്ലവേഴ്സ് പറിച്ചിങ്ങനെ ഇട്ട പോലെ ഇല്ലേ? പിന്നെ ഇതൊക്കെ കണ്ടു, ഞാൻ ഒരു ജാറിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ള എന്തൊക്കെയോ ചാർജ് ഉണ്ട്. വെള്ളത്തിൽ വളരുന്ന ഫ്ലവേഴ്സാണ്, അതാണ് ആ ചാർജൊക്കെ പോലെ. പിന്നെ സൺലൈറ്റൊക്കെ എന്തായാലും ആവശ്യമുള്ള ചെടികളൊക്കെ ഇല്ലേ, അതിനെന്തോ ലാമ്പൊക്കെ പോലെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഓണാക്കിയില്ല, എനിക്ക് തോന്നുന്നു നൈറ്റിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അത് ഓണാക്കാം. ആൻഡ് ഇതുപോലെയുള്ള കുറേ ഫ്ലവേഴ്സ് ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഒരു അപ്പോൾ ഇതൊക്കെ ജമന്തിയുടെ വെറൈറ്റി കളേഴ്സാണ്. ശരിക്കും പൂവ് നമ്മൾ പറിച്ച് വെച്ചിട്ടില്ലേ, അതുപോലെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഇവിടെ കുറേ ജമന്തി ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടില്ലേ, ഓരോ മരത്തിൽ ഓരോ ഷേപ്പ് പോലെയൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതും ജമന്തിയാണ്. ഇതൊക്കെ ജമന്തികളാണ്, കാരണം കുറേ ജമന്തികൾ പല കളറിലുള്ള ജമന്തികളുണ്ടായിരുന്നു. ശരിക്കും നിങ്ങളിത് കാണാൻ പോകണം, ബെസ്റ്റായിട്ട് നിങ്ങളിത് കാണാൻ പോകണം, മസ്റ്റ് ട്രൈ ആണ്, കാരണം നല്ല രസമാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഈ ഫ്ലവേഴ്സൊക്കെ വാങ്ങാൻ തോന്നും. പിന്നെ നല്ല ഫ്ലവേഴ്സൊക്കെ വീട്ടിൽ വെക്കാനായിട്ട് തേടി നടക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വന്നാൽ നമുക്ക് പല സൈസ് ഫ്ലവേഴ്സും ചെടികളും ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നോക്കി നല്ല രസമില്ലേ? ഇത് ഏത് ഫ്ലവറാണെന്നൊന്നും എനിക്കറിയില്ല, ബട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനത്തെ പറഞ്ഞാൽ വാങ്ങണം. ഇത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഇങ്ങനെ റോസ് കളർ ഒരു ഫ്ലവറൊക്കെ വാങ്ങണം എന്നുള്ളത്. ആൻഡ് ഇതൊക്കെ കണ്ടോ, നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആയിരുന്നു കേട്ടോ. ഇതിൽ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അതൊക്കെ വായിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്തൊന്നും ഞാൻ അതൊന്നും വായിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ഫ്ലവേഴ്സാണ്. എൻ്റെ നടുവിലായിട്ടും എൻ്റെ സൈഡിലായിട്ടൊക്കെ ഇങ്ങനെ ഫ്ലവേഴ്സ് ഇവർ വെച്ച് നല്ല ഭംഗിയുണ്ട് ശരിക്കും ഫ്ലവേഴ്സ് കാണാൻ. ആൻഡ് സോ ക്യൂട്ട്സ് ആൻഡ് നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടെ കുറേ ഗാർഡ്സൊക്കെ ഉണ്ട്, കാരണം നമ്മൾ ആരെങ്കിലും ഇത് പറിച്ചുകൊണ്ട് പോവുകയാണെങ്കിലോ അതിൽ ഇങ്ങനെ തൊട്ട് നിൽക്കുക അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ ഗാർഡ്സ് അവിടെ ഒരു വിസിലടിക്കും. അപ്പോൾ നമ്മൾ നീങ്ങി നിൽക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ അവർ നോക്കിയിട്ട് ഇതടിക്കും. അപ്പോൾ നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ എന്നാ പറയുന്നതെങ്കിൽ നമ്മൾ നീങ്ങണം. അങ്ങനെ ഒരു വട്ടം എന്നെ വിസിലടിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ഫോട്ടോ എടുക്കുന്ന സമയത്തായിരുന്നു. അതെവിടെയാണെന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. ഈ ഫ്ലവറൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു അല്ലേ? നല്ല ക്യൂട്ടായിരുന്നു. കണ്ടേ ഫ്ലവേഴ്സൊക്കെ കണ്ടു, നല്ല പച്ചപ്പ് നിറഞ്ഞ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫ്ലവേഴ്സൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഇവിടെ ചിലതൊക്കെ നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നു, ചിലത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള സൈസ് ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഈ ഫ്ലവറൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഫ്ലവേഴ്സൊന്നും നമുക്കില്ലായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ വാങ്ങണം. ഇവിടെ ഒരു സൈക്കിളില്ലേ, ഈ സൈക്കിളിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് ഇങ്ങനെ വിസിലടിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ശരിക്കും ഈ കമ്പിയില്ലേ, ആ കമ്പിയുടെ അവിടേക്ക് തൊട്ട് നിൽക്കരുതല്ലോ. നൈസായിട്ട് ഫോട്ടോ എടുക്കുന്നതിലിട്ട് ജസ്റ്റ് ഒന്ന് ചായപ്പോൾ വിസിലടിച്ചു. ഈ ഫ്ലവറില്ലേ, ഈ ഫ്ലവറൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയില്ലേ, ഒരു താമരയൊക്കെ പോലെ എനിക്ക് ആദ്യം തോന്നി. ആൻഡ് ഈ റെഡ് ഫ്ലവർ ആയാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. ആൻഡ് അവിടെ ഒരു കുഞ്ഞ് സ്പെഷ്യലുണ്ട്, ഇവിടെ അല്ല കുറച്ച് നീങ്ങുമ്പോൾ ഒരു കുഞ്ഞ് സ്പെഷ്യലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കോഴീനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഈ ഫ്ലവർ ഷോയിൽ എന്താ കോഴി, അല്ലെങ്കിൽ വെജിറ്റബിൾസൊക്കെ അങ്ങനെന്താ, പിന്നെ എന്താ കോഴി എന്ന് ചോദിച്ചാൽ
അതിൽ ഒരു വലിയ സസ്പെൻസ് ഉണ്ട് കേട്ടോ. കാരണം ആ കോഴിയെന്ന് വെച്ചാൽ ഫുൾ ഓഫ് ചില്ലീസ്, ഗ്രീൻ ചില്ലി, റെഡ് ചില്ലി, അങ്ങനെയുള്ള ചില്ലീസ് വെച്ചിട്ടാണ് ആ ഒരു ആ ഒരു ഹെന്നിനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. എത്ര ഭംഗിയാണെന്ന് നോക്കിയാൽ ഒരു ഹെന്നെ കാണാൻ. അപ്പോൾ ഇതാണ് പാർട്ട് 1. അടുത്തത് ടാറ്റാ.